അങ്ങനെ ഞങ്ങൾക്ക് ഒരു 3 സ്ത്രീകൾ ഒരു ലൈനിലും 3 സ്ത്രീകൾ ഒരു ലൈനിലും നിർത്തി സെന്റർ ഒഴിവാക്കിയിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ അനിയനാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഒരു ഷിയാബ് എന്ന് പറഞ്ഞ ഒരു തങ്ങള്, അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള്. ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചിട്ടിരുന്നില്ല, ഞാൻ ഇടങ്ങണിട്ടിട്ട് നോക്കി. അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട്, പുറം തലോടുകൂടെ. ഇതിന്റെ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ, അത് ഞാൻ ഉള്ളത് പറയില്ല. ഓരോരുത്തരെ കണ്ടാൽ തന്നെ അറിയത് തൊട്ടായിട്ട് കിട്ടുന്നവർക്ക് എന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കട്ടെ, അപ്പൊ നിങ്ങളോടല്ലേ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടില്ലെങ്കിലോ എന്ന് വെച്ചാൽ കണ്ണടച്ചാൽ ഇത് പരിക്കൂലാറില്ല. അപ്പൊ തന്നെ എനിക്ക് അറിയില്ലത് ഉണ്ടായി പോകണമെന്നല്ലേ. എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൈസ കൊടുക്കാൻ അവിടെ നടക്കൂല, നമുക്ക് അത് കണ്ടെത്തണമെങ്കിൽ ചിലത് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എത്ര രൂപ കൊടുത്തു? അവിടെ 6666 രൂപ ഫസ്റ്റില്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോ 1001 രൂപ തങ്ങ് കൊടുക്കണം മൊത്തത്തില്. അത് ഞാൻ പറയാം. അങ്ങനെ അത് കൊടുത്തു. അത് കൊടുത്തിട്ട് ബില്ലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഇപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അത്ര വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണ്ട, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, വാങ്ങിയത് എനിക്ക് ഞാൻ കൊടുത്തതാണല്ലോ, അയാൾ എന്റെ ഇവിടെ ഒന്ന് വാങ്ങി കൊണ്ടായതൊന്നുമല്ലല്ലോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഇനി അടുത്ത ആഴ്ച നിങ്ങൾ ഒന്നുകൂടി വരണം, അത് മേലക്കൊടുക്കാട് വരണം, അവിടെ ഒരു കൊടിമരം, ആ കൊടിമരം പിടിച്ച് പ്രാർത്ഥിക്കണം നോക്കി ചെന്ന് ഈ ഷിയാബ് എന്ന് പറഞ്ഞ തങ്ങളുടെ ഇയാൾ പറഞ്ഞിട്ടോട് നമുക്ക് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ പറയും ഇപ്പൊ ഒരു കാര്യം ചെയ്യണ്ട, എനിക്കിവിടെ ചെലവായ പൈസ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവില്ല വിടുന്നു, എനിക്കൊരു രോഗമില്ലൊന്നുമില്ല, എനിക്കിവിടെ ചെലവായ പൈസ കിട്ടും. പിന്നെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് അറിയണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് വിളിക്കാറ്. അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞ തെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ് തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, തങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. ഷിയാബിന്റെ ഇഷ്ടത്തിന് വരില്ല, തങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്, തങ്ങളാണ് എന്നെ പറഞ്ഞേക്കുന്നത്, കറക്റ്റ് ലൊക്കേഷൻ പെടണം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തു. ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നിട്ട് ഇന്നെ കണ്ട് സംസാരിച്ചു. എന്റെ മോനെ കണ്ടപ്പം അയാൾക്ക് ഒന്നും പറയാനൊന്നുമില്ല. മോനക്ക് 20 വയസ്സുണ്ട്. മോനോ അവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലല്ലേ, ഒന്നും പറയാൻ. ഇയാൾ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ ചെയ്തു. അന്ന് 3 കോഴിക്കോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി വഴി എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എന്തിനാ മോൻ അവിടെ നിർത്തിയത്, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞോളി കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു തങ്ങള് പിന്നെ ആറ്റക്കോത്തക്കാൻ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും, ഇപ്പം എനിക്കൊന്നും അറിയില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് അതുപോലെ നീങ്ങാൻ നിങ്ങൾക്കും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാം. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോളിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഞാൻ ഈ കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ അറിയില്ല. ഇങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാടായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ആത്മീയതയുടെ പേരും പറഞ്ഞിട്ടുള്ള ഓരോരോ തട്ടിപ്പും, അതോടെ തന്നെ ഓരോരോ ലൈംഗികമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോഴത്തേക്ക് പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത്, അതും തങ്ങളിലാണ് ഇത് പെട്ടിരിക്കുന്നത്. സോ ഇയാളെ പറ്റിയുള്ള ഒരുപാട് കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസകരമായിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ പേരെന്ന് പറയുന്നത് ഹമീദ് ആറ്റിക്കോയി തങ്ങൾ എന്നാണ് ഇയാളെ പറയുന്നത്. ഇയാൾ അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആത്മീയതായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സ്ത്രീ ഉണ്ടെങ്കിൽ യുനാനിയത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് അവിടെ ചെല്ലുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ ഉണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളത്. എന്നിട്ട് പോലും അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റി ഈ സ്ത്രീ ഉണ്ടെങ്കിൽ മീഡിയയിലൂടെ പറയുന്നത്. താൻ അവിടെ ചെന്നപ്പോൾ തൊട്ടേ ആ സ്ഥലത്തിനെ പറ്റി അത്ര ശരിയായിട്ട് അറിയത്തില്ലായിരുന്നു. അതോടെ തന്നെ അവിടെ നിന്നപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടാത്ത കണക്കത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെ താൻ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നത് ഞങ്ങൾക്ക് തനിയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അതിനെ തുടർന്ന് ചെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അതിനെ തുടർന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് മീഡിയയോടും എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ടെന്നാണ് ഈ സ്ത്രീ മീഡിയയോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തുവെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.